ആദ്യം സ്രാവ് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. അതിന് വേണ്ടി സ്രാവിൽ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് എണ്ണയിലിട്ടുണ്ട് കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കിയ സ്രാവാണ്. കുറച്ച് വലിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ പാട്ടിൽ വേവും. അപ്പോഴേക്കും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ച് 1 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. തക്കാളി ചോറ് ഉണ്ടാക്കാനാണ്. പെട്ടെന്ന് എളുപ്പത്തിൽ തക്കാളി ചോറ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണിക്കുന്നത്. ഈ സ്രാവും ഉള്ളിയും കൂടി നമുക്ക് വഴണ്ട് കിട്ടുമ്പോൾ നമുക്ക് തക്കാളി ചോറിന് തൊട്ടിക്കാനാവും കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച്, 2 വറമുളക്, അതുപോലെ കരിവേപ്പില, വെള്ളുള്ളി, ഒരു വലിയ ഉള്ളി, ഇത്രയാണ് ഞാൻ തക്കാളി ചോറിന് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി കടുക് പൊരിഞ്ഞത് നമുക്കിതിലേക്ക് ഇടാം. ഞാൻ എണ്ണ വന്ന് 3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ നമുക്കൊരു 1/4 സ്പൂൺ വന്ന് ഉലുവ ഇടാം. തക്കാളി ചോറിന് നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും മണവും കിട്ടും. നന്നായിട്ട് കളർ ചേഞ്ച് ആകുമ്പോൾ ഒരു 3 തക്കാളി, ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ അരി ഉണ്ടാവും. 3 ഗ്ലാസ് അരിക്ക് 3 തക്കാളി മതി. അധികം തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചോറ് നന്നായിരിക്കില്ല. പിന്നെ 1/2 സ്പൂൺ വന്ന് മുളക് പൊടിയും 1/4 സ്പൂൺ വന്ന് മഞ്ഞൾപ്പൊടി ഇടാം. ഇത്ര മാത്രമേ നമുക്ക് മസാലയുള്ളൂ. അധികം മസാലയൊന്നും ഇട്ട് അതിൻ്റെ ടേസ്റ്റ് കുറയ്ക്കേണ്ട. ഇത് നല്ലൊരു തമിഴ്നാട് സ്റ്റൈൽ തക്കാളി ചോറാണ്. കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്രാവ് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പൊന്നി റൈസ് നന്നായി 1/2 മണിക്കൂർ ഊറ വെച്ച് കഴുകി എടുത്തതാണ് കേട്ടോ. അപ്പോൾ തക്കാളി ചോറുണ്ടാക്കുമ്പോൾ ഏത് അരി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ പൊന്നി റൈസിലിട്ട് കാണിക്കണമെന്ന് മാത്രം. 3 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഈ അരി അതിൽ വണക്കി കഴിഞ്ഞാൽ നമുക്ക് വന്ന് ഉതിരിയായിട്ട് ചോറ് കിട്ടും. പിന്നെ അതിന് ശേഷം 1 സ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എല്ലാം ചേർന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇങ്ങനെ മിക്സാക്കുമ്പോഴാണ് തക്കാളി ചോറ് ഒന്നിനോട് ഒന്ന് ഒട്ടാതെ കിട്ടുക കേട്ടോ. അതിന് ശേഷം നമുക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. കുക്കറിൻ്റെ ബെൽറ്റ് ഇട്ട ശേഷം നമുക്ക് ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം ക്ലോസ് ചെയ്തിട്ട് വിസിലിട്ടിട്ട് 3 വിസിൽ വിട്ടാൽ കറക്റ്റായിരിക്കും. ആദ്യം ഞാൻ അരി 1/2 മണിക്കൂർ ഊറ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് 3 വിസിൽ. ഇപ്പോൾ സ്രാവ് റെഡി ആയിട്ടിട്ടുണ്ട്. 3 വിസിൽ കഴിഞ്ഞ ശേഷം നമുക്ക് തക്കാളി ചോറ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളിയായിട്ട് റെഡിയാവും. പെട്ടെന്നൊക്കെ നമുക്ക് രാവിലെ നേരോ വൈകുന്നേരം നേരോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ തമിഴ്നാട് സ്റ്റൈൽ ഉതിരിയായ തക്കാളി സാപ്പാടും കരുവാടും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു അച്ചാറോ കുറച്ച് പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.